ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീവാലുവേഷൻ ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചു. അതിനെ തുടർന്ന് റീവാലുവേഷന്റെ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പഠിച്ചു. അതിനെ തുടർന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ലാസ്റ്റ് ഫൈനലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വളരെ ഭംഗിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, 2 ചെയ്തിട്ടുണ്ട്. ഇന്ന് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേ സംഗതി തന്നെ റീവാലുവേഷൻ ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ക്യാപിറ്റലും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ് വ്യത്യാസം? ചെറിയ ചില ഐറ്റംസ് അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് കയറി വരും. ആ ഐറ്റംസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഏത് തരത്തിലാണ് അതിനെ കാണിക്കേണ്ടത്, എവിടെയൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്തുള്ള പ്രത്യേകത. അത് റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. റിസർവ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയും. അതായത് ഒരു പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ, അല്ലെ, റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത് ഓൾറെഡി റിസർവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, റിസർവ് ഉണ്ടെങ്കിൽ ആ റിസർവ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? റിസർവ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ചൊരു പൈസ ആയിരിക്കും. അപ്പോൾ ഒരു ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കണക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആ പ്രോബ്ലം ചോദ്യം ഇവിടെ കാണിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ നോക്കണം. അത് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാൻ ശ്രമം നടത്താം. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മൾ പറഞ്ഞു എന്ത്? റിസർവ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതിനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ്സിൽ ഒരു ന്യൂ പാർട്ട്ണർ വരുന്ന സിറ്റുവേഷനിൽ അവിടെ ഓൾറെഡി അവരുടെ ബുക്കിൽ ബാലൻസ് ഷീറ്റിൽ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ശരിക്കും ആ വരുന്ന ന്യൂ കമർക്ക് ആ റിസർവിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല. കാരണം ആ റിസർവിന് അദ്ദേഹത്തിന് പങ്കില്ലാത്തതിന് കാരണം അദ്ദേഹം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഇപ്പം വരുന്നേ ഉള്ളൂ. ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇത് ആര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്? നിലവിലുള്ള പാർട്ട്നേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയൊരുത്തം വരുമ്പോൾ ഇത് ഇവരെന്ത് ചെയ്യണം? ആ നിലവിലുള്ള ആൾക്കാർക്ക് അവരുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് അങ്ങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റിസർവ് അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ജേണൽ എൻട്രി വേണം. ആ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇപ്പോൾ എയും ബി ആണ് ഓൾഡ് പാർട്ട്നേഴ്സ് വിചാരിക്കുക. സി എന്ന് പറയുന്ന ന്യൂ പാർട്ട്ണറാണ് ബിസിനസ്സിലോട്ട് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റിസർവ് ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഓക്കെ, ആ റേഷ്യോയിൽ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ അത് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയി. ക്ലിയർ? ഇതാണ് റിസർവിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എവിടെയൊക്കെ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ക്ലിയർ? ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അക്യുമുലേറ്റഡ് ലോസ് ആണെന്ന് വിചാരിക്കുക. അതായത് കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മുടെ ബിസിനസ്സിന് ലോസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലോസും ഈ പറയുന്ന പുതിയ പാർട്ട്ണർ സഹിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് ആര് സഹിക്കേണ്ടതാണ്? ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ആൾക്കാർ സഹിക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ലോസ് അവരുടെ ക്യാപിറ്റലിലേക്ക് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ? അപ്പൊ ക്യാപിറ്റൽ കുറയും, ലോസ് അല്ലേ? സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ കുറയണം. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ദാറ്റ് മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഹിയർ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. ഓക്കെ, അത് നിങ്ങൾ രണ്ടും അവിടെ എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞു എന്ത്? റിസർവ് ആകുമ്പോൾ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കഴിഞ്ഞു. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആണെന്ന് വിചാരിക്കുക. അക്യുമുലേറ്റഡ് ലോസ് വരുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാ വരിക? പ്രോഫിറ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഇപ്പം പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ലോസ് ആകുമ്പോൾ എന്താ വരിക? ലോസ് ആകുമ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ഇൻഡിവിജ്വലി കാണിക്കണം. എ ഉണ്ടെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ലോസ് ബാലൻസ്. ക്ലിയർ? ഇതാണ് സംഭവം. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോ. നിങ്ങൾ നോക്കടാ, ഇവിടെ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അജിത്ത് സുജിത്ത് ആണ് 2 പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. Their balance sheet as on 31st March 2021 stood as follows. 2021 മാർച്ച് 31 അവരുടെ ബാലൻസ് ഷീറ്റ് ഈ പറയുന്ന പോലെയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കുക നിങ്ങൾ. ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ് 14,000, റിസർവ് ഉണ്ട് 16,000. ആ റിസർവ് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ മാറ്റണം. എങ്ങനെ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് മാറ്റണം, അല്ലെ? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഇവിടെയുള്ള അജിത്ത് സുജിത്തിലേക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ഇതിൽ പറയുന്നുണ്ട്. നോക്ക്, ക്വസ്റ്റൻ നോക്ക്, ബാലൻസ് ഷീറ്റ് നോക്ക്. ക്യാഷ് അറ്റ് ബാങ്ക് 5,000 അസറ്റ് സൈഡിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇനി തൊട്ട് താഴെ നോക്ക്. On 1st April 2021, they decided to admit രജിത്ത് into partnership. അതായത് 2021 ഏപ്രിൽ 1 തീയതി അവർ രജിത്ത് എന്ന് പറയുന്ന ഒരു ന്യൂ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർവ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ റിസർവിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ലോസ് എമൗണ്ട് ആണ് 5,000. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
അതായത് ലോസ് എമൗണ്ട് ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? എടാ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിന്റെ കൂടെയാണ് കാണിക്കുക, അത് ആഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ലെസ് അല്ലേ? ലെസ് ചെയ്യുന്നതിന് പകരം അത് നേരെ എതിർ സൈഡ് കാണിച്ചാലും മതി. എന്താ ഞാൻ പറഞ്ഞേ? ക്യാപിറ്റൽ എന്നുള്ളത് ലാബിലിറ്റി സൈഡിൽ ഇടത് ഭാഗത്തല്ലേ ഉള്ളത്, നിങ്ങളെ ചോദ്യത്തിന്റെ അകത്ത് എഴുതിയ പ്രകാരം. അപ്പോൾ ആഡ് ഉള്ള ഐറ്റം അതിന്റെ കൂടെ ആഡ് ചെയ്യണം, ആ സൈഡിൽ തന്നെ കാണിക്കണം. ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ആണെങ്കിൽ, ലെസ് ചെയ്യണമെങ്കിൽ അവിടെ ലെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നേരെ ഇപ്പുറത്ത് എഴുതിയാൽ പോരെ, ഓപ്പോസിറ്റ് സൈഡിൽ. കാരണം ഇതെല്ലാം കൂട്ടിയിട്ട് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ഇത് കുറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിന്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ ബാലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോസ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോസ് ആണ് ആ എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ഇവിടെ റിസർവ് എത്രയാ പറഞ്ഞത്? 16,000 റിസർവ്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 5,000 ലോസ്. ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നോക്കിക്കോ, ജേണൽ എൻട്രി. റിസർവ് മാറ്റും എന്താ വരിക? റിസർവ് അക്കൗണ്ട് ഡെറ്റർ എത്ര? 16,000. ഓക്കെ, ടു അജിത്ത് ക്യാപിറ്റൽ, സുജിത്ത് ക്യാപിറ്റൽ. അജിത്ത് ക്യാപിറ്റൽ ടു സുജിത്ത് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:3 പറഞ്ഞ 5:3. 5:3. 5:3 റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുക? 10,000 എന്നാണ് ഇവിടെ വരിക, 10,000. അപ്പം ബാലൻസ് ഉള്ളത് 6,000 ആണ്, അതും കൂടെ അവിടെ എഴുതുക. ക്ലിയർ? അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി. അതായത് ഓൾറെഡി ഉള്ള റിസർവ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3, അതിലേക്ക് മാറ്റുന്നു, എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലോസ് എമൗണ്ട് ഉണ്ട്. ലോസ് വന്നു കഴിഞ്ഞാൽ ഇതും ആര് സഹിക്കണം? ഈ പറയുന്ന രണ്ടാൾക്കാർ സഹിക്കണം അല്ലേ? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലോസ് 5,000 തന്നിരിക്കുന്നു. അപ്പോ അജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സുജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാ? 5,000 അല്ലേ? 5,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,000ന്റെ 5/8 3,125. അതുപോലെ 1,875. ഇതാണ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. റിസർവ് ട്രാൻസ്ഫർ ചെയ്തു, ലോസ് ട്രാൻസ്ഫർ ചെയ്തു, കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ, ഇതെങ്ങനെയായി ഇത്, ആ ഒരു ഐഡിയ എങ്ങനെ കിട്ടുന്നത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പലപ്പോഴും അത് നിങ്ങൾക്ക് വരിക. ഇവിടെ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ചൊരു പൈസ. എന്തെങ്കിലും സിറ്റുവേഷൻസ് ഭാവിയിൽ ഉണ്ടാവുമ്പോൾ അതെടുത്തിട്ട് ഉപയോഗിക്കാം, ആ പൈസ എടുത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന പൈസയാണ് റിസർവ് എന്ന് പറയുക. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ പാർട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ആ റിസർവ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഈ രണ്ടാൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. സോ അവരെന്ത് ചെയ്യുന്നു? അവരുടെ റേഷ്യോയിൽ വീതിച്ചെടുക്കുന്നു. അതാണിത്. അതുപോലെ തന്നെ ആ പുതിയ പാർട്ണർ വരുന്ന കേസിൽ നമുക്ക് ലോസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ലോസിന് ആര് പങ്കാളിയല്ല? ന്യൂ പാർട്ണർ പങ്കാളിയല്ല. സ്വാഭാവികമായിട്ടും അതിന്റെ പങ്കാളികൾ എന്ന് പറയുന്നത് രണ്ടാൾക്കാർ മാത്രമാണ്. അപ്പൊ ലോസ് ആര് തന്നെ സഹിക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് തന്നെ സഹിക്കണം. അപ്പോൾ ലോസ് ഉണ്ടാവുമ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ കുറയണം. അപ്പോൾ ആ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ലോസ് അതിനെ ഡിവൈഡ് ചെയ്യുക, എഴുതി കൊടുക്കുക, ക്ലോസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിലും അടുത്തൊരു സംഗതിയിലേക്ക് പോകാം.